നമസ്കാരം. കേരള ടൈംസ് ട്രയൽ റൺ സ്പെഷ്യൽ ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ധന്യൻ തിയോഫിലച്ചന്റെ ജന്മനാട്ടിൽ ഭക്തി നിർഭരമായി നടത്തിയ കൃതജ്ഞതാ ദിവ്യബലിയിൽ ആയിരങ്ങൾ പങ്കെടുത്തു. 2026 ഫെബ്രുവരി 21 വത്തിക്കാനിലും ഏപ്രിൽ 26 പൊന്നുരുന്നിയിലെ കപ്പുച്ചിൻ ആശ്രമത്തിലും നടന്ന ധന്യ പദവി പ്രഖ്യാപനത്തിന് ശേഷം തിയോഫിലച്ചന്റെ ജന്മനാടായ തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കോട്ടപ്പുറത്ത് കൃതജ്ഞതാ ബലിയർപ്പിച്ചുകൊണ്ട് ആയിരങ്ങൾ ദൈവത്തിന് നന്ദി അർപ്പിച്ചു. തങ്ങളുടെ നാട്ടിൽ ജനിച്ചു വളർന്ന് സ്വർഗവാസം അനുഭവിക്കുന്ന തിയോഫിലച്ചന്റെ മാധ്യസ്ഥം തേടി ആയിരങ്ങൾ ദൈവാലയാങ്കണത്തിൽ പ്രാർത്ഥനാപൂർവം ഓടിയെത്തി. നൽകിയിട്ടുള്ള ആ ജീവിത പാഠങ്ങൾ, വിശുദ്ധിയുടെ ആ കിരണങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് നമ്മൾ ഈ ഭവനത്തിൽ നിന്ന് തിയോഫിലച്ചൻ്റെ ഛായാചിത്രവുമായിട്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നവീകരിക്കപ്പെട്ട ആ കെട്ടിടത്തിലേക്ക് നമ്മൾ പോകുന്നു. തിയോഫിലാർക്കേഡ് എന്ന് നമ്മൾ ചെയ്യുന്നത്. അവിടെ ഛായാചിത്രം പ്രതിഷ്ഠയ്ക്ക് ശേഷം പുഷ്പാർച്ചന നടത്തുന്നു. അവിടെ നിന്ന് അഭിമന്യ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്തിലുള്ള ദിവ്യബലിയുടെ പ്രദക്ഷിണം ആരംഭിക്കുന്നു. ദേവാലയത്തിൽ ചെന്നതിന് ശേഷം ദിവ്യബലി ആരംഭിക്കുന്നു. ജന്മഗൃഹമായ കൂടല്ലൂർ തറവാട്ടിൽ ജീവിച്ചിരിക്കുന്നവരിൽ അടുത്ത ബന്ധുവായ സഹോദരപുത്രൻ കൂടല്ലൂർ ആന്റണിയിൽ നിന്നും ധന്യൻ തിയോഫിലച്ചന്റെ ഛായാചിത്രം കോട്ടപ്പുറം രൂപത വികാരി ജനറൽ മോൺസിഞ്ഞർ റോക്കി റോബി കളത്തിലും കത്തീഡ്രൽ വികാരി റവറൻ ഡോക്ടർ ഡൊമിനിക് പിൻഹോറയും ഏറ്റുവാങ്ങി. തുടർന്ന് കത്തീഡ്രൽ അങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ തിയോഫിൻ ആർക്കേഡിൽ പ്രതിഷ്ഠിച്ച് പുഷ്പാർച്ചന നടത്തി. തുടർന്ന് കത്തീഡ്രലിൽ നടന്ന കൃതജ്ഞതാ ബലിക്കായി തിയോഫിൻ ആർക്കേഡിൽ നിന്ന് പ്രദക്ഷിണമായി വിശ്വാസികളും കാർമ്മികരും അണിനിരന്നു. പൊന്തിഫിക്കൽ ദിവ്യബലിയിൽ ആമുഖ പ്രസംഗം നടത്തിയ ബിഷപ്പ് ധന്യൻ തിയോഫിലച്ചൻ തീർത്തും ഒരു മനുഷ്യസ്നേഹിയായിരുന്നുവെന്ന് ഓർമ്മിപ്പിച്ചു. വിശുദ്ധയുടെ സാന്നിധ്യവും മധ്യസ്ഥസഹായവും നമ്മൾ എന്നും അനുഭവിക്കുന്നുണ്ട്. ആയതിനാൽ തീർച്ചയായിട്ടും തിയോഫിലച്ചൻ വിശുദ്ധനായിട്ട് കടന്നു വരുമെന്ന് നമ്മളെല്ലാവരും വിശ്വസിക്കാം. ആയതിനാൽ നമ്മളെല്ലാവരുടെയും പ്രാർത്ഥന തിയോഫിലച്ചനെ ഏറ്റവും വേഗം വിശുദ്ധനാക്കുവാനുള്ള നടപടി നടക്കുവാനായിട്ടുള്ള അത്ഭുതങ്ങൾ ഉണ്ടാവുകയും അതനുസരിച്ച് സഭ തിയോഫിലച്ചനെ വിശുദ്ധനാക്കി ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കണം. നമ്മയുടെ ഈ ബലിയിൽ നമുക്ക് കൂടുതൽ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള നമ്മുടെ പ്രിയനായ റോബിനച്ചനും അച്ഛനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന കാപ്പിച്ചിൻ സഭയ്ക്കും അതുപോലെ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ വൈദികരെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്ദിയുടെ ഈ ബലി അർപ്പിക്കുമ്പോൾ ദൈവത്തിന് പ്രത്യേകമായിട്ട് ഇന്ന് വിശുദ്ധ നമ്മുടെ എല്ലാവരുടെയും ജീവിതം വിശുദ്ധിയിലേക്കുള്ളതാണെന്ന ബോധ്യത്തോടുകൂടി നമ്മളും ഈ പുണ്യപാതയിലൂടെ കടന്നു ചേരുവാനായിട്ട് കൃപാവരം ഞങ്ങൾക്ക് ഏവർക്കും നൽകണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ദിവ്യബലി ഏറ്റവും ഭക്തിയോടെ നമുക്ക് കൊണ്ടുചേരാം. നമ്മളെല്ലാം യോഗം സമർപ്പിക്കണം. പ്രത്യേകിച്ച് നന്ദിയുടെ ഈ ബലിയിൽ തിയോഫിലച്ചനെ വിശുദ്ധനാക്കാനുള്ള ക്രമം ഉണ്ടാകുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. തന്റെ അടുത്തു വരുന്നവരെ ദൈവിക സ്നേഹം കൊണ്ട് ധന്യമാക്കിയ ജീവിതം നമുക്ക് മാതൃകയാക്കാമെന്നും ആഹ്വാനം ചെയ്തു. ആഗോള സഭയ്ക്കും ഭാരതത്തിനും കോട്ടപ്പുറം രൂപതയ്ക്കും ഇടവകയ്ക്കും അതിലേറെ കൂടല്ലൂർ തറവാടിനും അഭിമാനവും ആശ്രയവുമാണ് ധന്യനെന്ന് അദ്ദേഹം പ്രസ്താവിച്ചു. വചന സന്ദേശം നൽകിയ തിയോഫിലച്ചന്റെ സഹോദരി പുത്രനും നാമകരണ നടപടികളുടെ വൈസ് പോസ്റ്റുലേറ്ററുമായ ഫാദർ റോബിൻ ഡാനിയൽ കപ്പുച്ചിൻ ഒരു പുരോഹിതന്റെയും സന്യാസിയുടെയും ദൗത്യം രക്ഷകനായ ക്രിസ്തുവിനെ ജനങ്ങൾക്കും ലോകത്തിനും വെളിപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് എന്ന പ്രമാണരേഖകൾ ഉദ്ധരിച്ചുകൊണ്ട് പ്രസ്താവിച്ചു. ധന്യൻ തിയോഫിലച്ചൻ ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തുന്നതിൽ ഉദാത്ത മാതൃകയായി ജീവിച്ച വ്യക്തിയാണെന്ന് തനിക്കുണ്ടായ അനുഭവങ്ങൾ വിവരിച്ചുകൊണ്ട് സമർത്ഥിച്ചു. തിയോഫിലച്ചൻ പൊന്നുരുന്നി ആശ്രമത്തിലായിരുന്നു അവസാന നാളുകളിൽ. അച്ഛനൊരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. അതിരാവിലെ 5:30 സന്യാസികൾ എല്ലാവരും പ്രാർത്ഥനാമുറിയിൽ കടന്നു വരുന്നതിന് വളരെ മുമ്പ് തന്നെ തിയോഫിലച്ചൻ ആ പ്രാർത്ഥനാമുറിയിൽ ഉണ്ടായിരിക്കും.
ഞാനിത് പറയുന്നത് ആധികാരികമായിട്ടാണ്. ഈ പരിശുദ്ധമായ ദേവാലയത്തിൻ്റെ മധുബയിൽ നിന്നുകൊണ്ട് ഞാനിത് പറയുന്നത് ആധികാരികമായിട്ടാണ്, വായിച്ചു കേട്ടതല്ല. ഞാൻ അച്ഛൻ്റെ കൂടെ നിന്നുകൊണ്ടാണ് എൻ്റെ 10ാം ക്ലാസ് പഠിച്ചത്. അച്ഛൻ്റെ കൂടെ താമസിച്ചുകൊണ്ടാണ് അടുത്തുള്ള സെൻറ്റ് റീത്താസ് സ്കൂളിൽ പോയി ഞാൻ പഠിച്ചുകൊണ്ടിരുന്നത്. പിന്നീട് 3 വർഷക്കാലം കോയമ്പത്തൂർ പഠിക്കുന്ന അവസരത്തിൽ, അത് ക്രിസ്മസ് വെക്കേഷൻ ആയിക്കൊള്ളട്ടെ, നീണ്ട സമ്മർ വെക്കേഷൻ ആയിക്കൊള്ളട്ടെ, ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അച്ഛൻ പോകുന്നിടത്ത് കൂടെ പോകുന്നതിനായിട്ടും അച്ഛൻ്റെ കൂടെ നിൽക്കുന്നതിനായിട്ടുമുള്ള ഒരു വലിയ അസുലഭമായിട്ടുള്ള അനുഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ആധികാരികമായിട്ടാണ് പറയുന്നത്. അതിരാവിലെ എല്ലാ സന്യാസികളും അടുത്ത് വരുന്നതിന് മുൻപ് തൻ്റെ യാമപ്രാർത്ഥന നടത്തുന്നതിനായിട്ട് ആ പ്രാർത്ഥനാ മുറിയിൽ സന്നിഹിതനായിരിക്കുന്ന തിയോഫിലച്ചൻ്റെ എൻ്റെ മനസ്സിൽ ഞാൻ കാണുന്നു. രാത്രിയിൽ ആശ്രമത്തിൻ്റെ ആ നിശബ്ദതയിൽ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ മണിക്കൂറുകളോളം ചെലവഴിച്ചുകൊണ്ട് തന്നിൽ നിന്ന് പ്രാർത്ഥനാ സഹായം യാചിച്ചവരെ സമർപ്പിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി മാധ്യസ്ഥം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്തും വൈദിക പഠനകാലത്തും തിയോഫിലച്ചനോടൊപ്പമായിരുന്ന റോബിനച്ചന്റെ ഈ വെളിപ്പെടുത്തലുകൾ കത്തീഡ്രൽ അങ്കണത്തിൽ നിറഞ്ഞു നിന്ന വിശ്വാസികൾക്ക് പുത്തനുണർവ് ഉളവാക്കി. ധന്യൻ തിയോഫിലച്ചന്റെ മാധ്യസ്ഥതയിൽ നടന്ന 2 അത്ഭുതങ്ങൾ വിശദീകരിച്ച റോബിനച്ചനും ഡൊമിനിക്കച്ചനും ശക്തമായ പ്രാർത്ഥനാ ജീവിതത്തിലൂടെ തിയോഫിലച്ചന്റെ മാധ്യസ്ഥം വിശ്വാസികൾക്ക് അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചു. എപ്പിസ്കോപ്പൽ വികാരി റവറൻഡ് ഡോക്ടർ ഫ്രാൻസിസ്കോ പടമാടൻ നാമകരണ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. അങ്ങേ വിശ്വസ്തദാസനായ തിയോഫിലച്ചൻ വിശുദ്ധനെന്ന് നാമകരണം ചെയ്യപ്പെടുവാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഈ കാര്യസാധ്യത്തിനായി അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. പാവപ്പെട്ടവരിലും അവഗണിക്കപ്പെട്ടവരിലും രോഗികളിലും മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരിലും അങ്ങയെ ദർശിക്കുവാനും അവർക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെക്കുവാനുമുള്ള ആഗ്രഹവും കഴിവും നൽകി തിയോഫിലച്ചനെ അനുഗ്രഹിച്ച അങ്ങ് ത്യാഗപൂർണവും സേവനനിരതവുമായ ജീവിതത്തിലൂടെ അങ്ങേക്ക് ശുശ്രൂഷ ചെയ്യുവാനുള്ള അനുഗ്രഹം എനിക്കും പ്രദാനം ചെയ്യണമേ. വികാരി ജനറൽ മോൺസിഞ്ഞർ റോക്കി റോബി കളത്തിൽ, രൂപത പ്രൊക്യുറേറ്റർ ഫാദർ ജോബി കാട്ടാശ്ശേരി, റവറൻഡ് ഡോക്ടർ ജോൺസൺ പങ്കേത്ത്, കൊറോന വികാരിമാരായ ഫാദർ ജോസഫ് ഒളാട്ടുപുറം, ഫാദർ പ്രിൻസ് പടമാട്ടുമൽ, ഫാദർ വിക്ടർ കപ്പുച്ചിൻ തുടങ്ങിയ രൂപതയിലെ നിരവധി വൈദികർ സഹകാർമ്മികരായിരുന്നു. കത്തീഡ്രൽ സഹവികാരിമാരായ ഫാദർ നിഖിൽ മുട്ടിക്കൽ, ഫാദർ ടോണി കുന്നത്തൂർ, ട്രസ്റ്റിമാരായ സെലസ്റ്റിൻ താണിയത്ത്, ജോഷി വലിയപറമ്പിൽ, കേന്ദ്രസമിതി പ്രസിഡന്റ് റോബർട്ട് തണ്ണിക്കോട്ട്, പാരിഷ് കൗൺസിൽ സെക്രട്ടറി ആന്റണി പങ്കേത്ത്, പ്രകാശ് ആന്റണി തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. കൃതജ്ഞതാ ബലിക്ക് ശേഷം ധന്യൻ തിയോഫിലച്ചന്റെ സ്നേഹവിരുന്നും അനുഭവിച്ച് ദേവാലയം വിട്ടിറങ്ങിയ വിശ്വാസികൾ തിയോഫിലച്ചന്റെ പാദസ്പർശമേറ്റ മണ്ണിലൂടെ സ്വന്തം ഭവനങ്ങളിലേക്ക് നടന്നു നീങ്ങി. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.